ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങൾ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ വരുന്ന ചെറിയൊരു മാറ്റം, ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ടോ? ചിലപ്പോൾ ഒരു വാക്ക് ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് പിന്നെ മണിക്കൂറുകളോളം ചിന്തിച്ചിരിക്കുമോ? അല്ലെങ്കിൽ ഒരു സംഭാഷണം കഴിഞ്ഞുപോയി, അതിനുശേഷം നിങ്ങളിങ്ങനെ ചിന്തിക്കുമോ, അയ്യോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടായോ, അവരെന്നെപ്പറ്റി എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെ. ഇനി വേറൊരു കാര്യം, ആരെങ്കിലും നിങ്ങളെ ഒന്ന് പുകഴ്ത്തിയാൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് മുഴുവനായി അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? അതോ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമോ എന്ന് സംശയം തോന്നാറുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിയോ, അത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല. സൈക്കോളജി പറയുന്നത് എന്താണെന്നറിയോ? ഇതൊന്നും വെറും തോന്നലുകളല്ല, മറിച്ച് നാർസിസ്റ്റുകളായ, അതായത് തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ ഒട്ടും മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ കീഴിൽ വളർന്നവരിൽ സാധാരണയായി കാണുന്ന ചില മാനസിക പാറ്റേണുകളാണിവയൊക്കെ. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല കുട്ടിക്കാലത്തെ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തിത്വത്തെ എത്ര ആഴത്തിലാണ് സ്വാധീനിക്കുന്നതെന്ന്. ശരി, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ കടന്നു ചെല്ലാം. നമ്മൾ ഇന്ന് 4 പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഹൈപ്പർ വിജിലൻസ്, രണ്ടാമത് അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോഴുള്ള ഒരു അവിശ്വാസം, മൂന്നാമത് എല്ലാം നിയന്ത്രിക്കാനുള്ളൊരു ത്വര, പിന്നെ ഏറ്റവും പ്രധാനമായി ഈ സ്വഭാവങ്ങളൊന്നും ഒരു കുറവല്ല, മറിച്ച് അതൊരു അതിജീവനത്തിന്റെ ഭാഗമായിരുന്നു എന്ന പുതിയൊരു കാഴ്ചപ്പാട്. അപ്പോൾ ആദ്യത്തെ ലക്ഷണം ഹൈപ്പർ വിജിലൻസ്. ലളിതമായി പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെയും അവരുടെ മാനസികാവസ്ഥയെയും കുറിച്ച് എപ്പോഴും അമിതമായി ജാഗ്രത പുലർത്തുന്നൊരവസ്ഥയാണിത്. ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിച്ച ഒരു അതിജീവന തന്ത്രം മുതിർന്ന ശേഷവും നിങ്ങളെ വിട്ടുപോകാതെ കൂടെയുണ്ടെന്നതാണ്. അന്ന് ആ ഒരു ശ്രദ്ധ നിങ്ങളെ സുരക്ഷിതരാക്കി. പക്ഷെ ഇന്ന് അതേ ശീലം തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരുപാട് ഉത്കണ്ഠയുണ്ടാക്കാൻ കാരണമാവുന്നു, അല്ലേ? ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഴപ്പവുമില്ലാത്ത തികച്ചും സാധാരണമായ സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സുഹൃത്ത് നിങ്ങളുടെ മെസ്സേജിന് മറുപടി അയക്കാൻ കുറച്ചൊന്ന് വൈകിയാൽ മതി, നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഏറ്റവും മോശമായ കാര്യങ്ങളായിരിക്കും. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ലക്ഷണത്തിലേക്ക് കടക്കാം. ഇത് ആദ്യത്തേതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നോക്കാം. എന്താണത്? പ്രശംസയും നല്ല വാക്കുകളും സ്വീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടണമെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കണം എന്നൊരവസ്ഥയായിരുന്നെങ്കിൽ, മുതിരുമ്പോൾ സ്വന്തം കഴിവിലും മൂല്യത്തിലും ഒരു സംശയം തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സ് അതിനെ സംശയത്തോടെ കാണുന്നത്. ആ ദയയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥ താൽപ്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ അറിയാതെ ഭയന്നു പോകും. അടുത്തത് മൂന്നാമത്തെ പ്രധാന ലക്ഷണമാണ്. അതായത് സാഹചര്യങ്ങളെ എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താനുള്ളൊരാഗ്രഹം. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് എവിടെയാണെന്നറിയോ? ആഴത്തിലുള്ള ഒരു സുരക്ഷിതത്വമില്ലായ്മയിലാണ്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പ്രവചിക്കാൻ പറ്റാത്തതും താറുമാറുമായിരുന്നെങ്കിൽ നിങ്ങളുടെ തലച്ചോറൊരു കാര്യം പഠിച്ചെടുക്കും: നിയന്ത്രണമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഈ ഒരു പാറ്റേൺ മുതിർന്നതിന് ശേഷവും നമ്മളെ വിട്ടുപോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥത തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നിയേക്കാം. അയ്യോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത വരാം. പക്ഷേ ഒരു നിമിഷം, നമുക്കിതിനെ മറ്റൊരു രീതിയിൽ നോക്കാം, കുറച്ചുകൂടി പോസിറ്റീവായ ശക്തമായൊരു കാഴ്ചപ്പാടിലൂടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും നിങ്ങളുടെ ഒരു കുറവോ ബലഹീനതയോ അല്ല, മറിച്ച് ആ മോശം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങളുടെ തലച്ചോർ തന്നെ കണ്ടെത്തിയ വഴികളാണ്. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കണം: നിങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച വൈകാരികമായ വെല്ലുവിളികൾക്കൊന്നും നിങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദിയല്ല. കാരണം ഒരു കുട്ടിയെന്ന നിലയിൽ അതൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ അല്ലായിരുന്നു. പക്ഷേ അതേസമയം ഒരു നല്ല കാര്യമുണ്ട്: ആ ഭൂതകാലത്തിന് നിങ്ങളെ നിർവചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം എങ്ങനെയായിരിക്കണം, നാളെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള മുഴുവൻ ശക്തിയും ഇന്ന് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണ്? ഈ സ്ലൈഡ് അതിലേക്കുള്ള കുറച്ച് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. വളരെ ലളിതമായ, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ചില ചുവടുകൾ. ഒന്നാമതായി, നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക, അതിന് മുൻഗണന കൊടുക്കുക. രണ്ടാമതായി, നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത, വേണ്ടാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാൻ ധൈര്യമായി പരിശീലിക്കുക. ഇത് നിങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കാൻ ഒരുപാട് സഹായിക്കും. മൂന്നാമത്തേത്, എന്തിനുമേതിനും യാന്ത്രികമായി സോറി പറയുന്നതിന് മുൻപൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ അസ്തിത്വത്തിന് നിങ്ങൾ ആരോടും മാപ്പ് ചോദിക്കേണ്ടതില്ല. ഓർക്കുക, ഈ ഓരോ ചെറിയ ചുവടും വലിയ മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്.
നമ്മൾ ഇന്ന് സംസാരിച്ച ഈ 3 ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ഹൈപ്പർ വിജിലൻസ് ആണോ? അതോ അഭിനന്ദനങ്ങൾ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അതോ എല്ലാം നിയന്ത്രിക്കാനുള്ള ആഗ്രഹമാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് പോലും സ്വയം മനസ്സിലാക്കാനുള്ള യാത്രയിലെ വലിയൊരു ചുവടുവെപ്പാണ്.